വെറുതെ ഓറഞ്ചാണ് പറയാ. മധുരം ഉണ്ടോ ഓറഞ്ച്? രണ്ടില്ല തരി. സാമ്പിളുണ്ടോ? ഒരു സാമ്പിൾ രുചിച്ച് നോക്കട്ടെ. മധുരം ഉണ്ടെങ്കിലേ എടുക്കുള്ളൂ. അങ്ങനെ നോക്കട്ടെ, അല്ലെങ്കിൽ എടുക്കും. ഇത് മധുരം കേട്ടോ. എന്നാൽ 5 കിലോ നോക്കിക്കോ. ലൈവായിട്ട് ഇങ്ങനെ പോകുമ്പോൾ കഴിച്ചു പോകാലോ. 5 2 കിലോ മതി. ആ അതിനൊന്നും എടുത്തു തന്നെ. ആ പൊട്ടിച്ചെടുത്ത് തന്നോളേ. മധുരണ്ട്. ആ ടേസ്റ്റ് ചെയ്തത് മധുരണ്ടേ. എന്താ കുട്ടികളുടെ എന്തെങ്കിലും കൊണ്ടേക്കോ, 2 കിലോ കൊണ്ടേക്കോ, 100 റുപ്യ കൊണ്ടേക്കോ. ഇതെവിടുന്ന കൊണ്ടുവരുന്ന ആള്? മഞ്ചേരിയിലെ നല്ല മധുരം പറഞ്ഞ് 100 തേങ്ങ 2 കിലോ 100. മുന്തിരിയോ? മുന്തിരി 2 കിലോ 100 അപ്പോൾ നാളെ കൊണ്ടോ. നല്ല പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിക്കണം. ഗൂഗിൾ പേ ഉണ്ടോ? അങ്ങോട്ട് ഞാൻ ഗൂഗിൾ പേ. നിങ്ങളെവിടെ സ്ഥലം അപ്പോൾ? മുക്കട്ടല്ല, നമ്മളിവിടെ നിലമ്പൂരല്ലേ. എന്താ പേര് രണ്ടാളെ? ഏലിയാസ്. അനന്തു. അടിപൊളിട്ടോ. ഞാൻ ഈ ഓറഞ്ചിൻ്റെ ഭംഗി കണ്ട് കയറിയാ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ നിലമ്പൂരിൽ ഒരു വസ്ത്ര മഹാത്ഭുതം പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങിയിട്ട് നമ്മുടെ നിലമ്പൂർ കോടതിപ്പടിയിൽ ആ ഒരു ഗ്രൗണ്ടിൽ ഇതാ വലിയൊരു ടെൻ്റൊക്കെ കെട്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇവർ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല വിശാലമായ കാർ പാർക്കിങ്ങോട് കൂടി നല്ല ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ഇവർ ഈ ഒരു ടെൻ്റ്. അപ്പോൾ ഇതാ വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരുപാട് ഡിസ്പ്ലേക്ക് വെച്ച വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഇത്രയേറെ വിലക്കുറവിൽ വസ്ത്രങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത് കേരളത്തിൽ ആദ്യമായി ഇന്നലെ ഒരു വലിയൊരു ഫ്ലെക്സും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കടയിലേക്ക് കയറുന്നതിന് മുന്നേ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചെറിയൊരു ഷോപ്പുണ്ട്. അവിടെ കയറിയിട്ടൊന്ന് കണ്ടുവരാം. എന്നിട്ട് നമുക്ക് ആ ഒരു വസ്ത്ര മഹാത്ഭുതത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ഒരു ചെറിയ ഷോപ്പ്. നല്ല അടിപൊളി നോക്കി നിർത്തലേ. ആ ഫ്രണ്ടിലൊക്കെ ഉണ്ടോ? നിങ്ങളിവിടെയല്ല? ഇവിടെയല്ല, പാലക്കാട്. ഇത് നിങ്ങളെ സ്റ്റാളാണോ? ആ, ഞങ്ങളുടെ സ്റ്റാളെന്ന് പറഞ്ഞാൽ ഇവിടെ ജോലിക്ക് നിൽക്കുക നിങ്ങളല്ലേ? ആ ഓക്കെ. രണ്ടോളം പാലക്കാടാ? അല്ലല്ല, ഞാൻ പത്തനംതിട്ട. കുളിച്ചാൽ കുറേയൊക്കെ തൊട്ട് സുന്ദരനായിക്കണല്ലോ. മാലിട്ടുണ്ട് രണ്ടാളും. ആ, ഞാനതൊന്നും ഓർട്ടോ. എൻ്റെ പേര് വിവേക്. ഇവിടെ തന്നെ വീട്. ഒരു 3 കിലോമീറ്റർ. അതെ, ഇഷ്ടമാരുണ്ട്. സമൂസ നിങ്ങൾക്ക് എന്താ വേണ്ടി? ഉച്ചത്തിൽ പഴംപൊരി സമൂസ. എൻ്റെ ആദ്യ അക്ഷരങ്ങൾ ഇതൊക്കെ കൊടുക്കാം. ഒന്ന് മറക്കി നോട്ടെ. വാങ്ങിക്കൊള്ളി. ആ ഈ പഠിക്കട്ടെ. ചെറുക്കൻ പഠിച്ച് വളരട്ടെ, വളർന്ന് വലുതാട്ടെ. വാങ്ങിക്കൊള്ളി.
എത്ര ദിവസം ഉണ്ടാവും കേട്ടോ അവിടെ? 2 മാസം. 2 മാസം ഉണ്ടാവില്ലേ? അത് കഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് പോകും. നിലമ്പൂർ പാട്ടില്ലേ? നിലമ്പൂർ പാട്ട് കയ്യോടെ അവിടെ ഉണ്ടാവും. ഹലോ മുട്ടിക്കടവോ? അവിടെന്താ ഇതെന്താ സാധനം? പേനത് ഇങ്ങനെ പേനുണ്ടോ? അത് അടിപൊളിയാണല്ലോ. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പേന. ആദ്യമായിട്ടാണ്. ഇതൊക്കെ പേനല്ലേ? ചുറ്റിക്കോ പേന എല്ലാം പേന. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ പേന. നമ്മളൊക്കെ പഠിക്കുമ്പോൾ സ്റ്റിക്ക് ഈസി വെറൈറ്റി പേനകളല്ലേ? ഈ പേനകളെ ചക്ക വാങ്ങി കൊടുക്കളേ. ഗേൾസിന്റെ കളക്ഷൻ ഉണ്ടല്ലോ. ഈ വീഡിയോ വീട്ടുകാരെ കാണിച്ചു കൊടുത്തിട്ടാണ് അവരങ്ങോട്ട് കൊണ്ടുവരാൻ. ചാനലിലേക്ക് വരും. ചാനലിൽ വരും. ഓക്കെ. എന്താ പേര്? സുധാകരൻ. എവിടെ സ്ഥലം? കണ്ണമ്പ്ര. കണ്ണമ്പ്ര ജില്ല? പാലക്കാട്. എല്ലാരും പാലക്കാടല്ലേ? എല്ലാം പാലക്കാട്. സുമാർ പാലക്കാട്. ഇവിടെ ചോദിക്കുന്നവരൊക്കെ പാലക്കാടാണ്. നല്ല പാലക്കാടാണ് കൂടുതൽ. ആണല്ലേ? നല്ല നല്ല കത്തിരികളുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാരുണ്ട്. വരണം. അതാണ് അതെല്ലാം ഞാൻ നിങ്ങൾ പറയാം. അതെ. എടുത്തെടുത്തു. നിങ്ങളും പാലക്കാട് തന്നെയാ? നിങ്ങളും പാലക്കാടാ? ഉത്തർപ്രദേശ്. മലയാളം അറിയോ? പഠിച്ചു. നിങ്ങൾ ഉത്തർപ്രദേശാ? കണ്ണൂരാണല്ലേ? ഞാനും വിചാരിച്ചു. അല്ല നിങ്ങളും ശരിക്കും ഉത്തർപ്രദേശാ? മലയാളം പഠിച്ചു. ആണോ? മലയാളം ടച്ച് ഉണ്ടല്ലേ കാഴ്ചക്ക്? കൈമ ചരടുണ്ട്. അപ്പൊ ഉത്തർപ്രദേശനെ ആളെ മൂപ്പര് പഠിച്ചോ? നിങ്ങളെ ഭാഷ പഠിച്ചോ? ഞാൻ പഠിച്ചില്ല. പക്ഷേ ഇവരെ പറയുന്നത് നമുക്ക് മനസ്സിലാവും. പറയാൻ വയ്ക്കില്ല. അങ്ങോട്ട് പറയാൻ പറ്റും. ഇവരെന്ത് പറഞ്ഞാലും അത് നമുക്ക് മനസ്സിലാവും. അങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റും. 2 മാസം ഉണ്ടാവും അവിടെ. ഓക്കെ ഓക്കെ ശരി. അങ്ങനെ ആ സ്റ്റാളത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞാനിപ്പോൾ ആ ഒരു വസ്ത്ര മഹാത്ഭുതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് ഡ്രസ്സുകളുണ്ട്. ലേഡീസിനും കിഡ്സിനും ജെൻസിനൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകളുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇങ്ങനെ അധികം ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ബൾബ് കണ്ടില്ലേ? ആ ബൾബ് ഒരുപാട് താഴത്തേക്കായിട്ടാണ് തൂങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബൾബ് കണ്ടില്ലേ? ഈ ഉത്സവ പറമ്പിൽ പോയതുപോലെ LED കത്തും പോലെ ഇങ്ങനെ മിന്നി കത്തിക്കൊണ്ടിരിക്കണം. അത് വളരെ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. പക്ഷേ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം തോന്നുന്നില്ല. എന്തായാലും വീഡിയോ എടുക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ ഇവിടെ ആ ഒരു വസ്ത്രശേഖരങ്ങളൊക്കെ കാണിച്ചു തരാം. ലേഡീസിന് പറ്റിയ ഐറ്റംസ് ആട്ടോ കൂടുതലുള്ളത് ഇവിടെ. ലേഡീസിനും അതുപോലെ തന്നെ കുട്ടികൾക്കും പറ്റിയ ഐറ്റംസാണ് ഏറ്റവും കൂടുതലുള്ളത്. ജെൻസിൻ്റെ ഐറ്റംസ് ഞാൻ നോക്കിയതിൽ വളരെയധികം കുറവാണ്. ഷർട്ടൊന്നും എനിക്കൊരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. ഷർട്ടും ടീഷർട്ടും ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ലേഡീസിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് തോന്നിപ്പിക്കുന്നുണ്ട്.
ക്ലാസ് കട്ടി തന്നാ ന്യൂസിൽ വരും നിങ്ങൾ ക്ലാസ് കട്ടി തന്നല്ലേ